ലൈസൻസ് ഇല്ലേ? പെട്രോൾ വിലയും ദിവസേനയുള്ള യാത്രാ ചെലവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? എന്നാൽ ലൈസൻസ് ആവശ്യമില്ലാത്ത 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ വെറും 10 രൂപ മാത്രമുള്ള മഴയത്തും വെയിലത്തും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ലോ സ്പീഡ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ. നിങ്ങളുടെ ആവശ്യത്തിനും ബജറ്റിനും അനുയോജ്യമായ നിരവധി മോഡലുകൾ. ഞങ്ങളുടെ എല്ലാ ഷോറൂമുകളിലും എക്സ്ചേഞ്ച്, ഫിനാൻസ്, ഇലക്ട്രിക് സ്കൂട്ടർ സർവീസ് ആൻഡ് സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തും പത്തിരിപ്പാലയിലും, തൃശൂർ ജില്ലയിൽ മായന്നൂരിലും ഞങ്ങളുടെ ഷോറൂമുകൾ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ സേഫ് വീലേഴ്സ് സന്ദർശിക്കൂ. സേഫ് ആൻഡ് സ്മാർട്ട് റൈഡ് വിത്ത് സേഫ് വീലേഴ്സ്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ. നാളെ സ്വകാര്യ ബസ് പണിമുടക്കം. നടപടിയില്ലെങ്കിൽ 27 മുതൽ അനിശ്ചിതകാല സമരം. തകർന്നു കിടക്കുന്ന ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 20-ാം തീയതി നാളെ പണിമുടക്കും. ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം ബസ് ഉടമ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നാളത്തെ പ്രതീകാത്മക സമരത്തിന് ശേഷവും അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 27 തിങ്കളാഴ്ച മുതൽ റൂട്ടിൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. 80ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ പ്രധാന പാത പൂർണ്ണമായും തകർന്ന നിലയിലാണ്. റോഡിലെ വൻകുഴികളിൽ ചാടി ബസ്സുകളുടെ ചേസിസ്, ടയറുകൾ, ലീഫ് സെറ്റുകൾ, ഫുട്ബോൾ, ക്ലാസുകൾ എന്നിവ സ്ഥിരമായി കേടുവരുന്നത് ബസ് ഉടമകൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. റോഡിന്റെ തകരാർ കാരണം യാത്രാമധ്യേ ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആകുന്നത് പതിവായിരിക്കുകയാണ്. ഇത് കൃത്യസമയത്ത് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് തടസ്സമാകുന്നു. ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും പോകുന്ന ജനങ്ങളാണ് ഇതുമൂലം കടുത്ത ദുരിതം അനുഭവിക്കുന്നത്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനും അധികാരികളെയും ജനപ്രതിനിധികളെയും പഴി പറയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. റോഡ് അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നാണ് സമിതിയുടെ ആവശ്യം. പ്രശ്നത്തിനുടൻ പരിഹാരം കാണണമെന്ന് ചെർപ്പുളശ്ശേരി ഒറ്റപ്പാലം ബസ് ഉടമ സംയുക്ത സമിതി നേതാക്കളായ പി.കെ. സിദ്ദിഖ്, അലി എന്നിവർ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ 2 വർഷക്കാലമായി പരാതികൾ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും കൊടുക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു പരിഹാരം ആയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ 70ഓളം ബസ്സുകൾ ലീഫ്, ടയറ്, ഫുട്ബോർഡ്, ഹൗസിങ്, ഗ്ലാസ് ഇതെല്ലാം പൊട്ടി എന്നും സാമ്പത്തിക നഷ്ടമാണ്. ഇന്ന് ഇപ്പോൾ 4 വണ്ടി ലൈനിൽ നിൽക്കുകയാണ്, മെയിൻ ലീഫ് മുറിഞ്ഞിട്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഇത് പല അധികാരികളോട് പലവട്ടം പറഞ്ഞിട്ടും കോൺട്രാക്റ്റുകാരനാണെങ്കിൽ അയാളാണെങ്കിലും ഇത് ചെയ്യുന്നില്ല. ഇതിന് മുന്നേ ഞങ്ങളൊരു 2025 ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ആ റോഡ് പണി പെട്ടെന്ന് പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞാണ്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അന്ന് കുറച്ച് അവിടെ ഇവിടെയും കുറച്ച് കല്ലിട്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, ഒരു നടപടി ഉണ്ടായില്ല. ഇനി നമ്മൾ 20-ാം തീയതി മുതൽ, ഈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ സൂചനാ സമരമാണ്. ഫസ്റ്റ് ദിവസം 20-ാം തീയതി സൂചനാ സമരവും എല്ലാ സ്വകാര്യ ബസ്സുകളും നിർത്തിവെച്ച്, അത് കഴിഞ്ഞ് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ 27-ാം തീയതി മുതൽ അനിശ്ചിതകാല സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്യാനാണ് ഇപ്പോൾ ഞങ്ങൾ ചെർപ്പശ്ശേരി ഒറ്റപ്പാലം റൂട്ടിലിരിക്കുന്നത്. 2 പഞ്ചായത്തും 2 മുനിസിപ്പാലിറ്റി അടങ്ങുന്നതാണ് ഈ റൂട്ടിൽ അടങ്ങുന്ന സ്ഥലമാണ്. അവിടെയുള്ള ആളുകളാണ് അവിടെ യാത്ര ചെയ്യുന്നത്. അതേപോലെ തന്നെ 15ഓളം സ്കൂളുകൾ, ചെറുതും വലുതും, ബി.എഡും കോളേജും ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ട് വരുന്ന അവിടെ ഇത്രയും കുട്ടികളും ഇത്രയും യാത്രക്കാരും ദുരിതം അനുഭവിക്കണം. ഒരു ജനപ്രതിനിധികളും ഒരാളും ഇതിനൊരു കണ്ണു തുറന്നിട്ട് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും മുന്നിലേക്ക് വരുന്നില്ല. ആയതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക നഷ്ടം ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ 20-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ 20-ാം തീയതി സൂചനാ സമരവും 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് CCV.